എല്ലാവർക്കും നമസ്കാരം. അർജന്റീനിയൻ ഫുട്ബോൾ താരമായ ലയണൽ മെസ്സിയെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ 2 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലമായിട്ട് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ സ്പോർട്സ് മന്ത്രി തന്നെ ഈ വിഷയത്തിൽ കൺഫർമേഷൻ നൽകി. പിന്നെ ഇവിടെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ്റ്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് സ്പോൺസർഷിപ്പ് ഉണ്ട് എന്ന രീതിയിലത്തേക്കുള്ള വാർത്തകൾ വന്നു. അവസാനം അതിൻ്റെ സ്പോൺസർഷിപ്പ് റിപ്പോർട്ടർ ടി വിക്കാണ് എന്ന രീതിയിലത്തേക്കുള്ള വാർത്തകളും വന്നു. ഏറ്റവും ഒടുവിലായി മെസ്സി വരും എന്ന് ഇതുവരെ പറഞ്ഞിരുന്ന ആൾക്കാരെല്ലാം തന്നെ മെസ്സി വരില്ല എന്ന രീതിയിലത്തേക്ക് ചെറുതായിട്ട് നറേറ്റീവിനെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്പോർട്സും സിനിമയും ഒരേപോലെ ഇഷ്ടമുള്ള മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന സിനിമ കോട്ടയം കുഞ്ഞച്ചനാണ്. അങ്ങനെ കേരളത്തിലും മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് അവസാനം ഏതെങ്കിലും ഒരു ജെസ്സിയെ കൊണ്ടുവന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പല ആൾക്കാരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കുറേയധികം ചോദ്യങ്ങൾ ബാക്കിയാണ്. ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടത് പ്രധാനമായും കേരള സർക്കാരിനോടും ഈ ഇവൻറ്റിൻ്റെ സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടർ ടി വിയോടുമാണ്. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് മറുപടി പറയാനുള്ള ബാധ്യത ഇവർക്കില്ലേ എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പോർട്സ് ഫാൻസ് ഉള്ളത് 2 ഫുട്ബോൾ ടീമുകൾക്കാണ്. അതിലൊന്ന് ബ്രസീലും മറ്റൊന്ന് അർജന്റീനയുമാണ്. കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ആഗ്രഹിച്ചതുപോലെ അർജന്റീന കഴിഞ്ഞ തവണ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടി. അതുകൊണ്ട് തന്നെ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനിയൻ ടീം കേരളത്തിലെത്തുകയും 2 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുകയും ചെയ്യും എന്നൊരു പ്രഖ്യാപനം വരുമ്പോൾ അതിനെ വലിയ ആവേശത്തോടു കൂടിയാണ് ഇവിടെയുള്ള കായിക പ്രേമികളെല്ലാം തന്നെ സ്വീകരിച്ചത്. ഇതിന് ആവേശം കൂടുതൽ വർദ്ധിപ്പിച്ചത് നമ്മുടെ മന്ത്രി തന്നെയായിട്ടുള്ള ശ്രീ വി അബ്ദുറഹിമാനാണ്. നേരത്തെ കേട്ടിരുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്നും അങ്ങനെ മെസ്സി കേരളത്തിലേക്ക് വരാൻ പോവുകയാണ് എന്നുമൊക്കെ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നതും നമ്മൾ കണ്ടതാണ്. പിന്നീട് പല ഘട്ടങ്ങളിലും മെസ്സി വരും വരില്ല എന്നൊക്കെ പലതരത്തിലുള്ള വാർത്തകൾ കേട്ടിരുന്നുവെങ്കിലും അതിന് വരുമെന്ന രീതിയിൽ തന്നെയുള്ള ആധികാരികമായിട്ടുള്ള ഒരു കൺഫർമേഷൻ കൊടുത്തതും മന്ത്രി ശ്രീ അബ്ദുറഹിമാനാണ്. അതുകൊണ്ട് തന്നെ ശ്രീ അബ്ദുറഹിമാനോട് ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കാനുള്ളത്, എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ മെസ്സി ഇവിടെ വരും എന്ന് നേരത്തെ പറഞ്ഞത്? എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മെസ്സി വരില്ല എന്ന് താങ്കൾ പറയുന്നത്? കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലും നിരന്തരമായി ചർച്ചയിലുണ്ടായിരുന്നോ? ഏതെങ്കിലും തരത്തിൽ മെസ്സി ഇവിടെ വരും എന്നതുമായി ബന്ധപ്പെട്ട് കൺഫർമേഷൻ കിട്ടിയിരുന്നോ? ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വരില്ല എന്നുള്ള കൺഫർമേഷൻ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇത് കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിലുള്ള മറുപടിയല്ല വേണ്ടത്, മറിച്ച് ആധികാരികമായിട്ടുള്ള രേഖകളുടെ അല്ലെങ്കിൽ നേരിട്ടുള്ള സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ശ്രീ അബ്ദുറഹിമാന് ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഒരു ആവേശത്തിൻ്റെ പുറത്ത് മെസ്സിയെ ദാ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി എടുത്തു ചാടിയതാണോ എന്നറിയാനുള്ള താല്പര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്, സ്പോർട്സ് പ്രേമികൾക്കുണ്ട് എന്ന് താങ്കൾ മറന്നുകൂടാ. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടത് റിപ്പോർട്ടർ ടി വിയോടാണ്. റിപ്പോർട്ടർ ടി വിയുടെ MD ആയിട്ടുള്ള ശ്രീ ആൻറ്റോ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് മെസ്സിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെല്ലാം ഇപ്പോഴും നടക്കുകയാണ് എന്നും അങ്ങനെ മെസ്സി വരില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുമാണ്. എന്നാൽ അത് പറയുന്ന സമയത്ത് തന്നെ മെസ്സി വരും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുമില്ല. അപ്പോൾ കരാർ പ്രകാരം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള തുകയെല്ലാം കൊടുക്കുകയും കരാറൊക്കെ തന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കാം അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഈ രീതിയിലത്തേക്കുള്ള ഒരു മാറ്റം അവരുടെ തീരുമാനത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ടത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം ശ്രീ ആൻറ്റോ അഗസ്റ്റിൻ്റെയോ റിപ്പോർട്ടർ ടി വിയുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അതുമാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ ശ്രീ ആൻറ്റോയോടുള്ള ചോദ്യങ്ങൾ. നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഇവിടെയുള്ള മുന്നൊരുക്കത്തിനെക്കുറിച്ചുണ്ട്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിപാടികളെക്കുറിച്ചുണ്ട്, മെസ്സിയും അർജന്റീന ടീമും വരുന്നതിനെക്കുറിച്ചുണ്ട്, ഒപ്പം ഇതിന് ചെലവാകുന്ന തുകയെക്കുറിച്ചും ഉണ്ട്. ആ ചോദ്യങ്ങൾ ഓരോന്നും വിശദമായിട്ട് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം ശ്രീ ആൻറ്റോ അഗസ്റ്റിനോടുള്ളത് മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതുവരെ മെസ്സി വരുമെന്നാണ് പറഞ്ഞത്, ഇതുവരെയും മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ മെസ്സി വരുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് താങ്കളടക്കം എല്ലാവർക്കും ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള വസ്തുത എന്താണ്? അതായത് ഈ ഓഗസ്റ്റ് മാസം ആദ്യം നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ടീം മെസ്സിയും മറ്റു പ്രധാനപ്പെട്ട 4 താരങ്ങളും ഉൾപ്പെടെ കേരളത്തിലെത്തുമോ, ഇവിടെ കളിക്കുമോ? ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്കറിയാവുന്ന കൃത്യമായിട്ടുള്ള പിക്ചർ എന്താണ് എന്നതിനെക്കുറിച്ച് താങ്കൾ തന്നെയാണ് പറയേണ്ടത്. കഴിഞ്ഞ ദിവസം താങ്കൾ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇതിനെക്കുറിച്ച് താങ്കൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മെസ്സി വരുമോ? മെസ്സിയോടൊപ്പം 4 പ്രധാനപ്പെട്ട അർജന്റീനിയൻ ഫുട്ബോൾ താരങ്ങൾ വരുമോ? അർജന്റീനയുടെ ടീം മൊത്തത്തിൽ ഇവിടെ വരുമോ? അവർ 2 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുമോ?
കളിക്കുമെങ്കിൽ ഈ കാര്യത്തിൽ എന്താണ് കൺഫർമേഷൻ? ഇതാണ് ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതിൻ്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. താങ്കൾ പറയുന്നത് പോലെ തന്നെ അർജന്റീനിയൻ ടീം ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി അവർ അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു എക്സിബിഷൻ മാച്ചോ അതല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഷെഡ്യൂളോ ഒക്കെ തന്നെ ഇവിടെ ഉണ്ടാകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറേയധികം അപ്രൂവലുകൾ ഉണ്ടാകണം. ഈ അപ്രൂവലുകളുടെ പ്രാരംഭമായിട്ടുള്ള നടപടി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ കോൺട്രാക്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. രണ്ട് പക്ഷത്തിനും കോൺട്രാക്ച്വലായിട്ടുള്ള കുറേയധികം ഒബ്ലിഗേഷൻസ് ഉണ്ടാകും. അപ്പോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഇവരെ ഇവിടെ കൊണ്ടുവരാം എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ അനുബന്ധ സൗകര്യങ്ങളും അവിടെ നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഒപ്പം അവരാവശ്യപ്പെടുന്ന പേയ്മെൻറ്റും അവരെ സമയത്തിന് തന്നെ കൊടുക്കുകയും വേണം. അതേപോലെ നമ്മൾ ഏതൊക്കെ താരങ്ങളെ ഇവിടെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ അവൈലബിലിറ്റി, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനും നൽകേണ്ടതാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ കോൺട്രാക്റ്റിലെ വ്യവസ്ഥകൾ, ഇരുപക്ഷത്തുമുള്ള കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് താങ്കൾ ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിന് കാരണമായി താങ്കൾ തന്നെ പറയുന്ന ഒരു ന്യായമുണ്ട്. അതായത് ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് താങ്കൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യവസ്ഥകളൊന്നും തന്നെ പുറത്ത് പറയാൻ കഴിയില്ല എന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ അതേ താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന ഒരു ഇമെയിൽ അതേപോലെ തന്നെ വായിക്കുന്നുണ്ട്. വായിച്ചതിന് ശേഷം താങ്കൾ പറയുന്നുണ്ട് ഈ ഡോക്യുമെൻറ്റുകളൊന്നും തന്നെ പുറത്തുവിടാൻ കഴിയാത്തത് കൊണ്ട് താങ്കൾ അത് വായിക്കുക മാത്രമായിരുന്നു ചെയ്തത് എന്ന്. അപ്പോൾ എനിക്ക് താങ്കളോടുള്ള ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ് എന്നത് ഈ രേഖ പുറത്തുവിടാതെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് താങ്കൾക്കത് വായിക്കുകയോ അല്ലെങ്കിൽ താങ്കളത് റെഫർ ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് അല്ലെങ്കിൽ താങ്കളുടെ മാധ്യമത്തിൽ കൂടി തന്നെ പറയുകയോ ചെയ്യാനായിട്ട് താങ്കൾ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അടുത്ത ചോദ്യം, അർജന്റീന എന്നല്ല ഏത് ടീമായാലും, പ്രത്യേകിച്ച് വലിയ സ്റ്റാൻഡിംഗ് ഉള്ള ഏത് ടീമായാലും അവരാർക്കെതിരെയാണ് കളിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകണം. താങ്കൾ തന്നെ പറയുന്നത് 5 അന്താരാഷ്ട്ര ടീമുകളെയാണ് അവർക്കെതിരായിട്ടുള്ള 2 മത്സരങ്ങൾക്കായി പരിഗണിക്കുന്നത് എന്നാണ്. മൊറോക്കോയുടെ പേര് താങ്കൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിലേതൊക്കെ ടീമുമായിട്ട് നമ്മൾ ധാരണയിലെത്തിയിട്ടുണ്ട്? ആ ധാരണ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ എന്തൊക്കെയാണ് എന്നതാണ് ഇനി താങ്കൾ പറയേണ്ടുന്ന വസ്തുതാപരമായിട്ടുള്ള മറുപടി. അടുത്ത ചോദ്യം, മെസ്സിയും അർജന്റീനിയൻ ടീമും ഇവിടെ വരുമ്പോൾ അവരുടെ ഷെഡ്യൂൾ എങ്ങനെയാണ് എന്നതാണ്. അതായത് അവർ കേരളത്തിലാണ് വരുന്നത് എങ്കിൽ കേരളത്തിൽ എത്ര ദിവസമാണ് അവരുടെ സ്റ്റേ, ഏതൊക്കെ വെന്യൂവിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുക. താങ്കൾ ഇപ്പോൾ പറയുന്നത് കേട്ടു തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക എന്ന്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്, ആ സ്റ്റേഡിയം വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ പലതരത്തിലുള്ള ക്രിക്കറ്റ് ഷെഡ്യൂളുകളുണ്ട്. പ്രത്യേകിച്ച് കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുന്നു. അടുത്ത വർഷം ആദ്യം ന്യൂസിലൻഡിനെതിരെയുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഇൻ്റർനാഷണൽ T20 മത്സരം നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിൻ്റെ ആവശ്യങ്ങൾക്കായി ഈ ഗ്രൗണ്ട് വിട്ടുകൊടുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഏത് സമയത്ത് നമ്മൾ അവിടെ ഈ ഫുട്ബോൾ മത്സരത്തിന് വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരം ആവശ്യമാണ്. ഒപ്പം ഏതൊക്കെ വിദേശ രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്, അതിൽ മൊറോക്കോയുടെ പേര് പറയുന്നു, മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അവരിൽ ആരൊക്കെയാണ് നമ്മളോട് കളിക്കാം എന്ന് സമ്മതിച്ചിരിക്കുന്നത്, അവരുടെ ടീം എപ്പോൾ ഇവിടെ എത്തും, അവരുടെ പ്രീ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ചും യാതൊരു വിധത്തിലുള്ള വ്യക്തതയും ഇപ്പോഴില്ല. അടുത്തത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. താങ്കൾ തന്നെ പറയുന്നത് 130 കോടി രൂപ ഇതിനോടകം തന്നെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് അടച്ചിട്ടുണ്ട് എന്നാണ്. ആ പണത്തിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോൾ താങ്കൾ മാധ്യമപ്രവർത്തകരോട് പറയുന്നത്, നോക്കൂ ഇത് താങ്കളുടെ പണമാണ്, അതുകൊണ്ട് പണത്തിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ടുന്ന ആവശ്യമില്ല എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മളിങ്ങനെ വലിയ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ സോഴ്സ് നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വ്യക്തിപരമായിട്ടുള്ള പണമാണ് എങ്കിൽ പോലും അത് ചോദ്യം ചെയ്യപ്പെടും. കാരണം ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പണത്തിൻ്റെ സോഴ്സ്, അതിൻ്റെ ട്രാൻസ്പെറൻസി ഒക്കെ തന്നെ ഇവിടെ പ്രധാനമാണ്. അത് സംസ്ഥാന സർക്കാരിനും അറിയേണ്ടുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. തന്നെയുമല്ല, ഇത് പൂർണ്ണമായ ഒരു പ്രൈവറ്റ് ഇവൻ്റ് അല്ല. സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പാർട്ടിസിപ്പേഷനോടുകൂടി, സംസ്ഥാന സർക്കാരിൻ്റെ കൂടി കൂടുതൽ ഉത്തരവാദിത്തങ്ങളോടുകൂടി നടത്തപ്പെടേണ്ടുന്ന ഒരു ഇവൻ്റാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ സഹകരിക്കുന്ന ആൾക്കാർ, അതിൻ്റെ സ്പോൺസേഴ്സ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനത്തിന് കൃത്യമായിട്ടുള്ള വ്യക്തത ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ 130 കോടി രൂപയുടെ സോഴ്സ് അത് താങ്കളുടെ പണമാണ് എങ്കിൽ പോലും ആൾക്കാർ ചോദിക്കും, അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതാണ്. അടുത്തത് താങ്കൾ തന്നെ പറയുന്നത് ഈ പണം അടച്ചതുമായി ബന്ധപ്പെട്ട് പണം റിസീവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ ഒരു ഇമെയിലിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളാണ് താങ്കൾ ഈ പത്രസമ്മേളനത്തിൽ വായിച്ച് കേൾപ്പിക്കുന്നത്. എന്നാൽ അതിൽ
ആ തുക എത്രയാണ് എന്ന് അവർ കോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പണം അടച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനത്തിന് കൂടി അല്ലെങ്കിൽ സർക്കാരിന് കൂടി വിശ്വാസമാകുന്ന രീതിയിലത്തേക്കുള്ള എന്ത് തെളിവാണ് താങ്കൾക്ക് നൽകാനുള്ളത് എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. നിലവിൽ താങ്കൾ ഇവിടെ ചീത്തയാക്കാൻ ശ്രമിക്കുന്നത് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രതിച്ഛായയും അതേപോലെ തന്നെ ഫിഫയുടെ പ്രതിച്ഛായയുമാണ്. എന്നാൽ ഈ രണ്ട് സ്പോർട്സ് സംഘടനകളും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്ക് നിയമപ്രകാരമുള്ള ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് ഇവർ കാണിച്ചു കഴിഞ്ഞാൽ അതിന് ഇവരൊക്കെ തന്നെ അക്കൗണ്ടബിൾ ആണ്. ഫിഫയുമായി ബന്ധപ്പെട്ട് മുമ്പ് ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് നമുക്കറിയാവുന്നതാണ്. സെപ്പ് ബ്ലാറ്ററുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വിവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആരോടെങ്കിലും കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് ആ കോൺട്രാക്റ്റ് തുക പൂർണ്ണമായും സ്വീകരിച്ചതിന് ശേഷം ഞങ്ങളവിടെ വരില്ല, ഇനി വേറെ ഏതെങ്കിലും ഒരു ദിവസം വരാം എന്ന് പറയേണ്ടുന്ന ഒരു സംഘടനയല്ല അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ എന്നുള്ളതാണ് പ്രധാനം. കാരണം അതിൻ്റെ ഫൈനാൻഷ്യൽ ലീഗൽ ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്ന് അവർക്ക് നിശ്ചയമായും അറിയുന്നുണ്ടാകും. എന്നിട്ടും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മറ്റൊരു സംഘടനയെ കുറ്റപ്പെടുത്തുകയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ ഭാഗമാണ് ശരി എന്ന് ന്യായീകരിക്കുന്നതിന് വേണ്ടി അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഈ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ച് വ്യക്തമാക്കുന്ന തരത്തിലുള്ള എന്ത് തെളിവാണ് താങ്കൾക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാനുള്ളത് എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. അതേപോലെ ഇപ്പോൾ ഏറ്റവും അവസാനം താങ്കൾ പറയുന്നത് ഈ ഒക്ടോബറിലോ നവംബറിലോ അവരിവിടെ കളിക്കാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ അടുത്ത ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബർ മാസം 2026 ഇവിടെ കളിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നുമാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ താങ്കൾക്ക് പുറത്തുവിടാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരിക്കലും ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്ന കൺസിഡർ ചെയ്തിരിക്കുന്ന തീയതികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് എന്ന് കരുതാനായിട്ട് കഴിയുകയില്ല. തന്നെയുമല്ല, ആ കോൺട്രാക്റ്റിൽ ഇല്ലാതിരുന്ന ഒരു തീയതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ 2026 സെപ്റ്റംബറിൽ ഞങ്ങൾ കളിക്കാൻ തയ്യാറാണ്, ആ സമയത്തേക്ക് നമുക്കിത് മാറ്റാം എന്നതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നത് ട്രാൻസ്പെറൻസിയുടെ പേരിലെങ്കിലും പുറത്തുവിടുക എന്നുള്ളത് താങ്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതേപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു കറസ്പോണ്ടൻസ് താങ്കൾക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടർ ടിവിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനോട് താങ്കൾ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്നറിയാനുമുള്ള താല്പര്യം ഇവിടെയുള്ള സ്പോർട്സ് പ്രേമികൾക്കുണ്ട്. താങ്കൾ ഒരു പത്രസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് ഇതിനൊന്നും തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ സംസാരിക്കുന്നതിന് പകരം അവരിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ആ നിർദ്ദേശം സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഔദ്യോഗികമായി മറുപടി കൊടുത്തിട്ടുണ്ട് എന്നും ആ മറുപടി ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അത് പുറത്തുവിടുന്നതിന് കൂടി താങ്കൾ തയ്യാറാകണമായിരുന്നു. പക്ഷേ എന്തോ വിചിത്രമായ കാരണത്താൽ താങ്കൾ അതിന് തയ്യാറായില്ല എന്നുള്ളത് താങ്കളെ വിനയപുരസ്സരം ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയത്തെ പ്രശ്നം, ഇവിടെ എന്തായാലും ഈ രീതിയിലുള്ള വലിയ വിവാദം നടക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ കൂടി ഇടപെട്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഈ ഇവൻറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷനാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് താങ്കൾ തന്നെ മറുപടി പറയേണ്ടതാണ്. കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ അവരിവിടെ വന്ന് ഇവിടെ കളിക്കുന്നതും അവർക്ക് നൽകുന്ന പേയ്മെൻറ്റും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മാത്രം ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. എന്നാൽ അല്ലാത്ത കമ്മ്യൂണിക്കേഷനുകൾ, എങ്ങനെയാണ് തീയതി തീരുമാനിക്കുന്നത്, അവരുടെ പ്രീറിക്വിസിറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ടീമുകളെയാണ് അവർ മത്സരത്തിൽ നേരിടാൻ സന്നദ്ധരായിട്ടുള്ളത്, അവർക്ക് ഇവിടെ എന്തൊക്കെ പരിപാടികളാണുള്ളത്, ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിക് ഇൻറ്ററാക്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഏത് തരത്തിലാണ്, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇപ്പോഴും ഇവിടെ ആർക്കുമില്ല. അത് പുറത്തുവിടുന്നതിന് താങ്കൾ തയ്യാറാകേണ്ടതാണ്. അതും താങ്കൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അർജന്റീന പോലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ ടീം നമ്മുടെ നാട്ടിൽ വന്ന് ഒരു സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ ആ സ്റ്റേഡിയത്തിന് അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള നിലവാരമുണ്ടായിരിക്കണം, സൗകര്യങ്ങളുണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് അവരെന്തൊക്കെ തരത്തിലുള്ള റിക്വയർമെൻ്റാണ് നൽകിയിരിക്കുന്നത് എന്നും അത് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകളിലൂടെയാണ് ആ കാര്യങ്ങളെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് എന്നും അതിന് എത്ര തുക ചെലവാകുമെന്നും അതിൻ്റെ പണി ഏത് ഘട്ടം വരെ എത്തിയിട്ടുണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും താങ്കൾ ബാധ്യസ്ഥനാണ് എന്നത് ഓർക്കുക. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ച മറ്റൊരു കാര്യം, അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് അവർ വരുന്നെന്നോ വരുന്നില്ല എന്നോ യാതൊരു വിധത്തിലുള്ള കൺഫർമേഷനും ഇല്ലാതിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കോലാഹലം ഇവിടെ ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ്. ആര് പറഞ്ഞിട്ടാണ് നമ്മുടെ സ്പോർട്സ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അർജന്റീനിയൻ ഫുട്ബോൾ ടീം ഇവിടെ വരില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്? അദ്ദേഹം നേരിട്ട് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളിൽ ഭാഗമായിരുന്നോ? അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണോ ഇത്?
അത് താങ്കളുടെ കയ്യിലുള്ള ഇൻഫർമേഷനുമായി കോറിലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഈ കാര്യവുമായി ബന്ധപ്പെട്ടും ഒരു ക്ലാരിറ്റിയുമില്ല. കഴിഞ്ഞ ദിവസം പലതവണ താങ്കളുടെ പത്രസമ്മേളനത്തിൽ പത്രക്കാർ ആവർത്തിച്ച് ഈ ചോദ്യം ചോദിച്ചതാണ്. പക്ഷേ മന്ത്രി പറയുന്നതിനെ നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് താങ്കൾ ശ്രമിച്ചത്. ഈ ഒരു വിഷയത്തിൽ മന്ത്രി പറയുന്നതാണോ താങ്കൾ പറയുന്നതാണോ നമ്മുടെ ഈ നാട്ടുകാർ, മാധ്യമങ്ങൾ ഒക്കെ വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി, ഭരണത്തിലിരിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രി, അദ്ദേഹം പറയുന്നതാണ് കൂടുതൽ വിശ്വസനീയം എന്ന് മാത്രമേ കരുതാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി മന്ത്രിയെ അല്ല താങ്കളെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എങ്കിൽ താങ്കളെ എന്തുകൊണ്ട് വിശ്വസിക്കണം എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്തൊക്കെ രേഖകളാണ് താങ്കൾക്ക് പുറത്തുവിടാനുള്ളത്, അത് പുറത്തുവിടുക എന്നുള്ളതാണ് പ്രധാനം. അതല്ല എങ്കിൽ മെസ്സി വരില്ല എന്ന് നമ്മുടെ കായിക മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ വിശ്വസിക്കാൻ മാത്രമേ തൽക്കാലം തരമുള്ളൂ എന്നുള്ളതാണ് പ്രധാനം. ഇനി എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയ ഒരു കാര്യം, താങ്കൾ പറഞ്ഞത് ഇതേ സമയത്ത് തന്നെ ഇന്ത്യയിലെ മറ്റ് ചില സ്ഥലങ്ങളിൽ, ഡൽഹിയിലോ മുംബൈയിലോ മഹാരാഷ്ട്രയിലോ ഒക്കെ വന്ന് മെസ്സി കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കേട്ടിരുന്നു. താങ്കൾ തന്നെ പറയുന്നുണ്ട് അർജന്റീനിയൻ ടീമിന് മൊത്തത്തിലാവില്ല, മെസ്സിയെ മാത്രമായിട്ട് കൊണ്ടുവരുന്നതിന് താരതമ്യേന എളുപ്പമാണ് എന്നും. അങ്ങനെയാണ് എങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ മെസ്സിയെ മാത്രമാണോ കൊണ്ടുവരുന്നത്, അതോ അർജന്റീനിയൻ ഫുട്ബോൾ ടീം മൊത്തത്തിലാണോ വരുന്നത്? ഈ കാര്യത്തിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ? ഒപ്പം താങ്കൾ തന്നെ പറയുന്നത് അങ്ങനെ ഒരു കരാർ വഞ്ചന അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നും, അങ്ങനെയെങ്കിൽ താങ്കൾ നിയമ നടപടി സ്വീകരിക്കും എന്നുമാണ്. എന്ത് തരത്തിലുള്ള നിയമ നടപടിയാണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് സ്വീകരിക്കാനായിട്ടുള്ളത്? ഈ 130 കോടി രൂപ റിക്കവർ ചെയ്യുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണോ, അതോ വിശ്വാസ വഞ്ചന എന്നതിൻ്റെ പേരിലാണോ? ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് താങ്കൾ മൂവ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടി പിന്നീടൊരു ഘട്ടത്തിലെങ്കിലും താങ്കൾ വിശദമാക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ, ഈ ഒരു വലിയ ഇവൻറ്റുമായി ബന്ധപ്പെട്ട്, ആ ഇവൻ്റ് അത്രത്തോളം ബൃഹത്താണ് എന്ന് പറയുന്ന താങ്കൾ തന്നെ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻസിലൊന്നും തന്നെ ഒരു തരത്തിലുമുള്ള ട്രാൻസ്പെറൻസി ഇല്ലാതെ സൂക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നറിഞ്ഞാൽ കൊള്ളാം. മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനിയൻ ടീം നമ്മുടെ നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാകേണ്ടുന്ന ആദ്യത്തെ എൻറ്റിറ്റി കേരള സർക്കാരാണ്. കാരണം ഇവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും പബ്ലിക് ക്രൗഡ് മാനേജ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പദ്ധതികൾ എന്താണ് എന്ന് സംസ്ഥാന സർക്കാരിന് പോലും ഈ ഒരു സമയത്ത് ഇരുട്ടിൽ തപ്പേണ്ട അവസ്ഥയുണ്ട് എങ്കിൽ എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് താങ്കൾ ഇവരുമായിട്ടെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. മെസ്സിയും ടീമും ഇവിടെ വന്നില്ല എങ്കിൽ അത് കരാർ ലംഘനമാണ് എന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ ഫുട്ബോൾ ഫാൻസിനോടുള്ള അവഹേളനവുമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റോറി കൊണ്ടുവരുന്ന സമയത്ത് ആ ഫുട്ബോൾ ഫാൻസിനോട് എന്ത് തരത്തിലുള്ള സുതാര്യതയാണ് താങ്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും താങ്കൾ വിശദീകരിക്കേണ്ടതായിട്ട് വരും. എന്താണ് അവരെ ഇവിടെ കൊണ്ടുവരുന്നതിനുള്ള പ്ലാൻ എന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അത് തുടങ്ങും എന്നുള്ളതാണ് പ്രധാനം. ആ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി കൂടി തന്നെ 1 കോടി ആൾക്കാർക്ക് മെസ്സിയെ കാണാനുള്ള അവസരമുണ്ടാക്കും എന്ന് പറയുമ്പോൾ അതിൽ താങ്കൾ ഒരു വീഡിയോ ഉണ്ടാക്കി പ്രസൻറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി അതിൻ്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. മെസ്സി വരില്ല എന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുമ്പോഴാണ് 1 കോടി ആൾക്കാർക്ക് മെസ്സിയെ കാണാനുള്ള അവസരം താങ്കൾ ഉണ്ടാക്കും എന്ന് പറയുന്നത്. അങ്ങനെ ആൾക്കാരെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ താങ്കൾ മാത്രം തീരുമാനിച്ചാൽ പറ്റില്ല. ഇവിടെയുള്ള ഏതെങ്കിലും ദേശീയപാതയോ സംസ്ഥാന പാതയോ അതിനുവേണ്ടി ഒരുക്കണമെന്നുണ്ടെങ്കിൽ അതിന് അപ്രൂവൽ ഉണ്ടായിരിക്കണം. അവിടെ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങളുണ്ട്. അല്ലാതെ ചെറിയ ഒരു പ്രൊമോഷണൽ വീഡിയോ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം അത് പൂർത്തിയാകില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. തന്നെയുമല്ല, ഇതിനൊക്കെ തന്നെ ദീർഘകാലത്തെ മുന്നൊരുക്കം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മെസ്സി വരുന്നുണ്ടെങ്കിൽ എപ്പോഴത്തേക്ക് താങ്കൾക്ക് ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ കഴിയും എന്നുള്ളതും പ്രധാനമാണ്. മറ്റ് ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഇതിൽ ഉൾപ്പെടേണ്ടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ റോള്, അതേപോലെ തന്നെ പണവുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷനും അവരുടെ റോളും, ഒപ്പം എങ്ങനെയാണ് റിപ്പോർട്ടർ TV ഇതിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് സ്ഥാനത്തേക്ക് എത്തിയത്, നേരത്തെ ഉണ്ടായിരുന്ന സ്പോൺസർ മാറാനുണ്ടായ സാഹചര്യം തുടങ്ങി കുറേയധികം കാര്യങ്ങളും ബാക്കിയായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ താങ്കൾ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നിലവിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ നമുക്ക് മറുപടിയില്ല. അതുകൊണ്ട് ഇതിനെല്ലാം തന്നെ മറുപടി ഉണ്ടാകേണ്ടതാണ്. ഈ കാര്യങ്ങളിൽ പൂർണ്ണമായ വ്യക്തത വരുത്തേണ്ടുന്നത് താങ്കളാണ്. ഏതെങ്കിലും ഒരു അസോസിയേഷനെ, പ്രത്യേകിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ, അർജന്റീനിയൻ ഫുട്ബോൾ ടീം, ലയണൽ മെസ്സി, ഈ ആൾക്കാരെയൊക്കെ തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള കമൻറ്റ് എവിടെ നിന്നെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അക്കൗണ്ടബിലിറ്റിയോടുകൂടി ഇവിടെയുള്ള സ്പോർട്സ് ഫാൻസിനോട് താങ്കൾ കാര്യങ്ങൾ സുതാര്യമായി വിവരിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു വലിയ ഈവൻറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡറായിട്ടുള്ള സംസ്ഥാന സർക്കാരിന് പോലും പൂർണ്ണമായ വിശ്വാസമില്ലാത്ത രീതിയിലത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. 2, ഇതിൻ്റെ ട്രാൻസ്പെറൻസി എവിടെയാണ്?
ഇതിൻ്റെ പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ എന്തൊക്കെയാണ്? ഇതിൽ കോൺട്രാക്ച്വലായിട്ട് ഏത് സമയത്ത് അവരിവിടെ വരാമെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്? പിന്നീട് മറ്റൊരു സമയം അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണവും അതിൻ്റെ രേഖയും എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് ഏത് തരത്തിലാണ്? ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് അവരിവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ പണികൾ ഏത് ഘട്ടം വരെ പുരോഗമിച്ചിട്ടുണ്ട്? ഈ സ്റ്റേഡിയം ഏറ്റെടുത്ത് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് ഘട്ടം വരെ എത്തിയിട്ടുണ്ട്? അതിന് ഉള്ള അപ്രൂവലുകളെല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ടോ? അത് ക്രിക്കറ്റ് ഷെഡ്യൂളുമായിട്ട് യാതൊരു വിധത്തിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഒപ്പം ഏത് അന്താരാഷ്ട്ര ടീമുകളുമായിട്ടാണ് അർജന്റീനിയൻ ഫുട്ബോൾ ടീം കളിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്? അതിൽ മൊറോക്കോയുടെ പേര് പറയുമ്പോൾ മറ്റ് ടീമുകൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് എന്താണ് ക്ലാരിറ്റി? ഇവരൊക്കെ തന്നെ ആ സമയത്ത് അവൈലബിൾ ആണ് എന്നും ഇന്ത്യയിൽ വരും എന്നതുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ക്ലാരിറ്റിയാണുള്ളത്? ഇതിൻ്റെ മൊത്തത്തിലുള്ള ചെലവ് എത്രയാണ്? 500 കോടി എന്നൊരു റാൻഡം ഫിഗർ പറയുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത എത്രത്തോളമാണ്? ആരാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്? ഈ 130 കോടി രൂപ പേഴ്സണൽ ഫണ്ടാണ് എന്ന് പറയുമ്പോൾ അതിലാരും ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട എന്നൊരു അഭിപ്രായമുണ്ടോ? ഇതിനൊക്കെ അപ്പുറത്തേക്ക് മെസ്സി സത്യത്തിൽ വരുമോ? അതോ അവസാനം ജോഷി ചതിച്ചാശാനെ എന്ന് പറഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒരു ജെസ്സിയെ കാണിക്കേണ്ടി വരുമോ എന്നുള്ള സോഷ്യൽ മീഡിയ ട്രോളിനുൾപ്പെടെ മറുപടി പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. സത്യത്തിൽ ഈ ഒരു സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കും ഒരു ക്ലാരിറ്റിയുമില്ല. ആകെ ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചിരിക്കുന്നത് മന്ത്രി അബ്ദുറഹിമാനാണ്. ഇതുവരെ മെസ്സി വരും എന്ന് പറഞ്ഞിരുന്ന ഇപ്പോൾ അദ്ദേഹം വരില്ല എന്ന് കട്ടായം പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെയുള്ള തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് സുതാര്യമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിനോ ഒരു കൺകറൻസിനോ പോലും സാധിക്കാത്ത നമുക്കാണോ അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീമിനെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് താരത്തിനെയും ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കാനാകുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ലക്ഷ്യത്തിനെ സാധൂകരിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കളെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് മെസ്സി ഇവിടെ വരുമാറാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.